ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു ചിക്കൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കുക്കറിൽ വെച്ച് ഈ കുറുമ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും 2 ബേ ലീഫ്, 3 ഗ്രാമ്പൂ, 3 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്രയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കുറുമയ്ക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതും 6 ബീൻസ് ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം 250 ഗ്രാം അളവിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് കുറുമയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് നേരം ചിക്കൻ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 മുറി തേങ്ങ ചിരകിയതും 4 ചെറിയുള്ളിയും 1 ചെറിയ പിടി ബദാം കുതിർത്തെടുത്തതും കൂടി ചേർത്തൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. ബദാമിന് പകരം അണ്ടിപ്പരിപ്പ് എടുത്താലും മതിയാകും. ഇനി ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 1-2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, നെയ്ച്ചോറ് ഇവയെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കുറുമ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്